ഇറ്റ്സ് മീ തഫ്സർ വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ. അപ്പോൾ ഇന്ന് അതിന് മുമ്പ് ഞാനൊരു കാര്യം ഷെയർ ചെയ്യാം. ഇൻസ്റ്റയിൽ 2-3 പേര് ഇങ്ങനെയുള്ള വീഡിയോസ് കാണുമ്പോൾ ഉണ്ടാകുന്നൊരു ഡൗട്ടാണ് കേട്ടോ. ഇത് ഒറിജിനലാണോ അതോ നിങ്ങൾ എഡിറ്റ് ചെയ്യുന്നതാണോ എന്ന് 2-3 പേര് ചോദിച്ചിട്ടുണ്ട്. നമുക്ക് ഇങ്ങനെയുള്ള അതായത് ഡിഫറെൻറ്റ് ടൈപ്പ് ബാക്ക്ഗ്രൗണ്ടുകൾ കാണുന്ന വീഡിയോസുകൾ കാണുമ്പോൾ ഉണ്ടാകുന്നൊരു ഡൗട്ടാണ്. അപ്പോൾ ഇത് നമ്മളിങ്ങനെ ബാക്ക്ഗ്രൗണ്ടുകളൊക്കെ സെറ്റ് ചെയ്തിട്ട് ചെയ്യുന്ന വീഡിയോസുകളാണ്. അപ്പോൾ എഡിറ്റ് ചെയ്യുന്ന വീഡിയോസുകൾ നമ്മൾ മുമ്പ് ചെയ്തിട്ടുണ്ട്. ഞാൻ ലാസ്റ്റ് കാണിച്ചു തരാം അതെങ്ങനെയാണ് ഉണ്ടാവുക എന്നുള്ളത്. ഓക്കെ, അപ്പോൾ എനിക്കിങ്ങനെ ഒറ്റ ബാക്ക്ഗ്രൗണ്ടിൽ എല്ലാ വീഡിയോസുകളും ചെയ്യാൻ എനിക്ക് ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഡിഫറെൻറ്റ് ബാക്ക്ഗ്രൗണ്ടുകൾ സെറ്റ് ചെയ്തിട്ടാണ് ഞാൻ ഷൂട്ട് ചെയ്യാറുള്ളത്. അപ്പോൾ അതാണ് കേട്ടോ അതിൻ്റെ ഒരു സത്യം എന്ന് പറഞ്ഞാൽ. അപ്പോൾ അവരുടെ ഡൗട്ട് ക്ലിയറായി എന്ന് വിചാരിക്കണു. അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബാക്ക്ഗ്രൗണ്ടിൽ വെക്കുന്ന മെറ്റീരിയൽസ് കുറച്ച് ഈ ഇടയായിട്ട് ഞാൻ 2-3 മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ ഈ സൈഡിൽ കാണുന്ന 2 വീഡിയോസുകൾ ഉണ്ടല്ലോ, അതാണ് നമ്മൾ എഡിറ്റ് ചെയ്തുണ്ടാക്കുന്നത്. അപ്പോൾ ഇത് പറഞ്ഞാൽ നമുക്കിങ്ങനെ ഷൂട്ട് ചെയ്ത് എടുക്കാം സമയമില്ലാത്ത ടൈമിൽ അവർക്ക് ചെയ്തു കൊടുക്കുന്നതാണ്, വില കുറഞ്ഞ രീതിയിൽ ചെയ്തു കൊടുക്കുന്നതാണ് കേട്ടോ. മറ്റേതാകുമ്പോൾ കുറച്ച് ടൈം നമുക്ക് എടുക്കേണ്ടി വരും. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മൾ ഷെയർ ചെയ്യുന്നത് സേവ് ദ ഡേറ്റ് വീഡിയോ ചെയ്യാൻ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ 4 മേടിച്ചിട്ടുണ്ടായിരുന്നു. ഫ്ലിപ്കാർട്ടിൽ നിന്നാണ് മേടിച്ചിട്ടുള്ളത്. അപ്പോൾ ആ ഐറ്റംസാണ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് കേട്ടോ. അപ്പോൾ അതിൻ്റെ സ്ക്രീൻഷോട്ടും ലിങ്ക് വേണമെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഷെയർ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഈ വീഡിയോസ് കാണുന്ന അധികം ബിഗിനേഴ്സ് ആയിരിക്കും. പക്ഷേ ബിഗിന്നർ ആകുന്ന സമയത്ത് നിങ്ങളിത് മേടിക്കേണ്ട ആവശ്യമില്ല. കാരണം അത്രയും മസ്റ്റല്ല ഇത് മേടിക്കേണ്ടത്. മസ്റ്റായിട്ടുള്ളത് ഞാൻ മുമ്പ് ചെയ്തിട്ടുണ്ട് തോന്നുന്നു, ചെയ്തിട്ടുണ്ട് മസ്റ്റായിട്ട് നമ്മൾ മേടിക്കേണ്ടത്. പക്ഷെ അങ്ങനെയൊന്നുമില്ല, നമ്മുടെ അടുത്ത് എന്തൊക്കെയാണ് നല്ല കാണാൻ ഭംഗിയുള്ള സാധനങ്ങൾ അതൊക്കെ വെച്ചിട്ട് ചെയ്താൽ മതി കേട്ടോ. അങ്ങനെ നിർബന്ധമുള്ള കാര്യമൊന്നുമല്ല, പക്ഷെ ഒന്നുകൂടെ ഭംഗിയാക്കാൻ വേണ്ടി ചെയ്യുന്നതാണ്. അപ്പോൾ ഞാൻ ഫസ്റ്റ് സാധനം കാണിച്ചു തരുന്നത് ഒരു മിനി ട്രൈപോഡാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ ബിഗിന്നർ ആവുന്ന സമയത്ത് ഇതൊന്നും മേടിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്ത് ഏണിങ്സ് കിട്ടുന്ന സമയത്ത്, ക്യാഷ് കിട്ടുന്ന സമയത്ത് നിങ്ങൾ ഓരോ ചെറിയ സാധനങ്ങൾ മേടിച്ച് കൂട്ടുക. ഓക്കെ, അപ്പോൾ അപ്പോഴാണ് നമുക്കൊരു എന്താ പറയുക സംതൃപ്തിയൊക്കെ കിട്ടുള്ളൂ. നമ്മൾ ആദ്യം തന്നെ കുറേ സാധനങ്ങൾ മേടിച്ചിട്ട് പിന്നെ ചെയ്യുന്നതിനേക്കാൾ നല്ലത് നമുക്ക് കിട്ടിയ ക്യാഷ് കൊണ്ട് ഇങ്ങനെ ഓരോന്ന് മേടിക്കുമ്പോൾ ആണ് കേട്ടോ. അപ്പോൾ ഇതാണ് മിനി ട്രൈപോഡ്. ഇത് നമ്മൾ ഫോണ് ഇതിന്മേൽ നമുക്ക് ലാൻഡ്സ്കേപ്പ് സൈസിലും പിന്നെ അതുപോലെ തന്നെ പോർട്രേറ്റ് മോഡിലൊക്കെ നമുക്ക് ഫോണ് സെറ്റാക്കി വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു സംഭവം കേട്ടോ. അത് മുകളിൽ നമുക്ക് സ്ക്രൂ വെച്ചിട്ട് ഇങ്ങനെ ടൈറ്റാക്കി കൊടുക്കാൻ, പിന്നെ ഇതുപോലെ ആ ചുവപ്പ് വട്ടം കണ്ടല്ലോ അത് താഴേക്ക് വലിക്കുമ്പോൾ നമുക്ക് അതിൻ്റെ 3 കാലുകളും കുറച്ചുകൂടി വലുതാക്കി കൊടുക്കാനും ചെറുതാക്കി കൊടുക്കാനൊക്കെ പറ്റും. അപ്പോൾ ഇതെന്ന് വെച്ചാൽ നമ്മൾ സേവ് ദ ഡേറ്റ് ബാക്ക്ഗ്രൗണ്ടൊക്കെ സെറ്റ് ചെയ്തതിന് ശേഷം ഫോൺ ഇതിമേ വെച്ചിട്ട് നമുക്കിങ്ങനെ എന്താ പറയുക, നമ്മൾ 2 കൈയും യൂസ് ചെയ്തിട്ട് എന്തെങ്കിലും ബാക്ക്ഗ്രൗണ്ടിൽ ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഫോൺ ഒരു ഭാഗത്ത് വെക്കണമല്ലോ, അതിനാണ് ഈ ട്രൈപോഡ് യൂസ് ചെയ്യുന്നത്. പിന്നെ അപ്പോൾ നിങ്ങൾ ബിഗിന്നർ ആവുന്ന സമയത്ത് നമുക്ക് അതിൻ്റെ ആവശ്യമില്ല. എവിടെയെങ്കിലും എന്തെങ്കിലും ഒരു സ്റ്റാൻഡ് ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ എന്താ പറയുക ബുക്സുകളൊക്കെ ഇങ്ങനെ അട്ടിക്ക് വെച്ചിട്ട് അവിടെ അങ്ങനെ ഫോൺ വെച്ച് കൊടുത്തിട്ട് അങ്ങനെയൊക്കെ സെറ്റ് ചെയ്യട്ടെ. ആദ്യം നമ്മൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നോക്കുക. പിന്നെ നമുക്ക് ക്യാഷ് കിട്ടിയ സമയത്ത് ആ ട്രൈപോഡ് മേടിച്ചാൽ മതി. ഓക്കെ, പിന്നെ ഇത് വന്നിട്ട് സ്വാനാണ്. അപ്പോൾ ഇത് ഹിന്ദു സേവ് ഡേറ്റിലൊക്കെ ഞാൻ വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് മേടിച്ചതാണ് കേട്ടോ. അപ്പോൾ ഇതൊന്നും നേരത്തെ പറഞ്ഞ പോലെ നിർബന്ധമുള്ള കാര്യമല്ല. നിങ്ങൾ കൂടുതൽ വർക്കുകൾ നിങ്ങൾക്ക് കിട്ടുന്ന സമയത്ത് നിങ്ങൾ അവർക്ക് ഹിന്ദു സേവ് ഡേറ്റ് ആകുമ്പോൾ അവരുടെ ആ ഒരു മെറ്റീരിയൽസൊക്കെ കിട്ടും, ബാക്ക്ഗ്രൗണ്ടിൽ ഉണ്ടാകുമ്പോൾ അവർ ഹാപ്പി ആയിരിക്കും. അപ്പോൾ അങ്ങനെ ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത് മേടിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ ലിങ്കൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. നിങ്ങൾ അങ്ങനെ ഒരു ടൈം ആയി എന്നുണ്ടെങ്കിൽ നിങ്ങൾ പോയി മേടിച്ചാൽ മതി കേട്ടോ. ഓക്കെ, അപ്പോൾ എനിക്ക് കിട്ടിയതൊക്കെ നല്ല സേഫായിട്ട് ഒരു കുഴപ്പമില്ലാതെ ഞാൻ കരുതിയ പോലെ തന്നെ ആ പിക്കിൽ കൊടുത്ത പോലെ തന്നെയാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇത് വന്നിട്ട് ഒരു എന്താ പറയുക, നമ്മുടെ പുകയ്ക്കൂലേ കുന്തിരിക്കൊക്കെ ഉള്ളിൽ വെച്ചിട്ട് ഇങ്ങനെ പുക പിടിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതാണ് സംഭവം കേട്ടോ.
അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലാണ് നമ്മൾ പുകയ്ക്കാൻ വേണ്ടിയിട്ട് ആ ഒരു കുന്തിരിക്കം സംഭവങ്ങളൊക്കെ ഇട്ട് വെക്കുന്നത്. താഴെയുള്ളത് അത് ഇട്ട് വെക്കുന്നതാണ്, സ്റ്റോർ ചെയ്ത് വെക്കുന്നതാണ്. മുകളിൽ നമ്മൾ ഇങ്ങനെ കത്തിച്ചിട്ട് അതിൻ്റെ പുക വരാൻ വേണ്ടിയിട്ട് ഇട്ട് വെക്കുന്നതാണ് മറ്റേത്. ഓക്കെ, അപ്പോൾ ഇത് നല്ലൊരു ക്യൂട്ടായിട്ടുള്ളൊരു സംഭവം കേട്ടോ. അങ്ങനെ പുകച്ച് വെക്കുമ്പോൾ നല്ല ഭംഗി ഉണ്ടാവും വീഡിയോസിൽ. പക്ഷേ നമുക്ക് അങ്ങനെ ആവശ്യമില്ലെങ്കിൽ വെറുതെ ആ ബാക്ക്ഗ്രൗണ്ടിൽ ഇങ്ങനെ വെച്ച് കൊടുത്താലും നല്ല ഭംഗി ഉണ്ടാവും കാണാനായിട്ട് കേട്ടോ. അപ്പോൾ അത് പാക്ക് ചെയ്ത ഈ ഒരു ബബിൾ റാപ്പർ ഉണ്ടല്ലോ, അപ്പോൾ ഇത് ഞാൻ എടുത്ത് വെക്കുകയാണ്. അപ്പോൾ ഇത് നമുക്ക് ഫ്രെയിമൊക്കെ കൊറിയർ ചെയ്യുന്ന സമയത്ത് നമുക്ക് അതിൻ്റെ മുകളിൽ വെച്ചിട്ട് ഒന്നും കൂടെ സേഫ്റ്റിക്ക് ഇങ്ങനെ വെച്ച് കൊടുക്കുന്നത് നല്ലതാണ്. അപ്പോൾ ഇങ്ങനെ നമ്മൾ മേടിക്കണ സമയത്ത് അതിൻ്റെ ബോക്സുകളും ഇതുപോലെയുള്ള ബബിൾ റാപ്പറൊക്കെ നമുക്ക് എടുത്തു വെക്കാം. അപ്പോൾ ഒന്നും ആവശ്യമില്ല എന്നുണ്ടെങ്കിൽ ഇതുപോലെ ഇങ്ങനെ പൊട്ടിക്കാൻ വേണ്ടിയിട്ടെങ്കിലും നിങ്ങൾ എടുത്ത് വെക്കുക കേട്ടോ. ഓക്കെ, അപ്പോൾ ഈ ക്രാഫ്റ്റേഴ്സ് ഇങ്ങനെയുള്ള സംഭവങ്ങളൊന്നും കളയരുത്. നമുക്കിങ്ങനെ കൊറിയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനത്തെ ബോക്സുകളും ബബിൾ റാപ്പറൊക്കെ ഇങ്ങനെ കിട്ടും, അല്ലെങ്കിൽ പ്ലാസ്റ്റിക് കവറുകളൊക്കെ കിട്ടുമ്പോൾ നിങ്ങൾ ഒരിടത്ത് ഒതുക്കി വെക്കുക, നമുക്ക് ആവശ്യം ഉണ്ടാകുമ്പോൾ എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് വന്നിട്ട് നമ്മൾ ട്രയാങ്കിൾ മെറ്റൽ ക്യാൻഡിൽ. ഓക്കെ, ഞാനതവിടെ വായിച്ചതാണ് കേട്ടോ, കറക്റ്റ് നെയിമൊന്നും അറിയാത്തതുകൊണ്ട്. അപ്പോൾ ട്രയാങ്കിൾ മെറ്റൽ ക്യാൻഡിൽ എന്ന് ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്താൽ മതി. അപ്പോൾ ഇതും അത്യാവശ്യം നല്ല ഭംഗിയുള്ള സംഭവമാണ്. അതിൽ നമ്മൾ മെഴുകുതിരി 3 അങ്ങനെ വെച്ച് കൊടുത്തിട്ട് കത്തിക്കാൻ വേണ്ടിയാണ്. അപ്പോൾ നമുക്ക് മെഴുകുതിരി വെച്ച് കൊടുക്കാം, അല്ലെങ്കിൽ ഫ്ലവർ വെച്ച് കൊടുക്കാം. ബാക്ക്ഗ്രൗണ്ടിന് എന്താണ് ആവശ്യമുള്ളത് അത് വെച്ച് കൊടുക്കാനാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അത് 3ഉം ഒരു ദിവസം കിട്ടിയാണ്. ഞാൻ കാർട്ട് ചെയ്തത് തന്നെയാണ്, പക്ഷേ എല്ലാം കൂടെ ഒപ്പം കിട്ടിയിട്ടൊന്നും ഇല്ലായിരുന്നു. പിന്നത്തെ ഒരു ദിവസം കിട്ടിയതാണ് ഇത് നമ്മൾ ഹിന്ദു സേവ് ഡേറ്റിന് വെക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സംഭവം തന്നെയാണ്. അപ്പോൾ ഇതും ഒരു തരം വിളക്കാണ്. പല ടൈപ്പ് ദിയാസുകൾ ഉണ്ടാകും. അപ്പോൾ നിങ്ങൾക്ക് ഏതാണ് ഇഷ്ടപ്പെട്ടത് വെച്ചാൽ സെലക്ട് ചെയ്യുക, ഓർഡർ ചെയ്യുക. അപ്പോൾ എനിക്ക് കിട്ടിയതൊക്കെ നല്ലൊരു ഞാൻ കരുതിയ പോലെ തന്നെ ഉണ്ടായിരുന്നു. ഒരു കേട് കൂടാതെ എനിക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെയൊക്കെ ഉള്ളത് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പോയി മേടിക്കുക. ഞാൻ 2-3 അങ്ങനെ മേടിച്ചപ്പോൾ നിങ്ങൾക്ക് ഷെയർ ചെയ്തെന്ന് മാത്രം. പിന്നെ ഒരു കാര്യം കൂടെ ഷെയർ ചെയ്യാൻ വിട്ടിട്ടുണ്ട്, അത് ഞാൻ വീഡിയോ എടുത്തിട്ടില്ല, ഇതിൽ ജസ്റ്റ് ഒന്ന് ഞാൻ മെൻഷൻ ചെയ്യാം. അപ്പോൾ ഇതാണ് കേട്ടോ മയിൽപ്പീലിയൊക്കെ നമ്മൾ ഓർഡർ ചെയ്ത് വരുത്തേണ്ട ഒരു അവസ്ഥ. ഞാനൊക്കെ സ്കൂൾ പഠിച്ച സമയത്ത് ഇങ്ങനെ കിട്ടിയിട്ട് ബുക്കിലൊക്കെ ഇങ്ങനെ വെച്ചതൊരു ഓർമ്മയുണ്ട്. പിന്നെ ഈടൊന്നും നമുക്ക് അങ്ങനെ മയിൽപ്പീലൊന്നും കിട്ടില്ല. ഞാൻ കുറേ അന്വേഷിച്ചൊക്കെ ചെയ്തു, പിന്നെ കിട്ടില്ല എന്ന് കണ്ടപ്പോഴാണ് ഞാൻ ഓർഡർ ചെയ്തത് കേട്ടോ. അപ്പോൾ 3 ഉള്ള ഒരു പിക്കാണ് അവിടെ കൊടുത്തത്, പക്ഷേ എനിക്ക് വന്നപ്പോൾ 4-5 എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. നല്ല മയിൽപ്പീലി തന്നെ ആയിരുന്നു കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ കുറേ ദിവസമായി നമ്മൾ വീഡിയോ ഇട്ടിട്ട്. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇനിയും നമുക്ക് നല്ല നല്ല വീഡിയോസുകൾ അപ്ലോഡ് ആക്കണം എന്ന് വിചാരിക്കുന്നുണ്ട്. ടൈം പോലെ ഞാൻ വീഡിയോ അപ്ലോഡ് ആക്കുന്നതാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും നിങ്ങൾ മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങൾ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യാനും മറക്കരുത്. ഓക്കെ, താങ്ക്